അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനുമെതിരെ വധഭീഷണി മുഴക്കി ഇറാൻ തലസ്ഥാനത്ത് വീണ്ടും കൂറ്റൻ ബാനർ ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയും ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ അളവും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ടെഹ്റാനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനുമെതിരെ പരസ്യമായി തന്നെ ഇറാൻ ഇപ്പോൾ കടുത്ത വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക യുദ്ധ പ്രതിസന്ധി അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ട്രംപിനെയും കുടുംബാംഗങ്ങളെയും അമേരിക്കൻ ദേശീയ പതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ചിത്രീകരിക്കുന്ന ഭീമാകാരമായ പുതിയ ബാനറാണ് ഇപ്പോൾ മധ്യ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കത്തിയെരിയുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ബാനറിൽ ട്രംപിനൊപ്പം പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാങ്ക, ഡോൺ ജൂനിയർ, എറിക്, ടിഫാനി, ബാരൻ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട്. അതായത് ട്രംപിന്റെ കുടുംബത്തെ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഒരു ശവപ്പെട്ടിയിലാക്കിക്കൊണ്ട് ഉള്ള ഒരു വലിയ കൂറ്റൻ വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു കൂറ്റൻ ബാനറാണ് ഇപ്പോൾ മധ്യ ടെഹ്റാനിൽ ഉയർന്നിരിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ രക്തത്തിന് രക്തം എന്ന കടുത്ത മുദ്രാവാക്യമാണ് ഈ ബാനറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രക്തത്തിന് രക്തം കൊണ്ട് തന്നെ പകരം ചോദിക്കുമെന്നുള്ള ഭീഷണി. US പ്രസിഡന്റിനെതിരെ ഇത്തരമൊരു ബിൽ ബോർഡിലുള്ള ഇറാന്റെ പരസ്യമായ ഭീഷണി മുഴക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ഇതിനു മുമ്പ് മധ്യ ടെഹ്റാനിലെ എൻഖലാബ് സ്ക്വയറിൽ ട്രംപ് ഒരു കറുത്ത ശവപ്പെട്ടിയിൽ കിടക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു ബിൽ ബോർഡും ഇറാൻ സ്ഥാപിച്ചിരുന്നു. പൊതുവിടങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ആശയവിനിമയത്തിനുള്ള ആയുധമായി ഇറാൻ പണ്ടുമുതലേ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ US ഇസ്രായേൽ സഖ്യസേനയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ തന്ത്രം ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ വിശാലമായ ദൃശ്യ ആശയവിനിമയ തന്ത്രത്തിന്റെ ഭാഗമായി വിപ്ലവകരമായ ചിത്രങ്ങളും യുദ്ധസ്മാരകങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭീമാകാരമായ ബിൽ ബോർഡുകൾ ടെഹ്റാനിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു വരുന്നു. തുറന്ന ഒരു കറുത്ത ശവപ്പെട്ടിയിൽ നിന്നും ട്രംപിന്റെ ശരീരം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഈ ഹോർഡിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടെഹ്റാനിലെ വലിയാസ സ്ക്വയറിലുള്ള ഇത്തരം വലിയ ചുവർ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഓബ്ജ് ആർട്സ് ആൻഡ് മീഡിയ ഓർഗനൈസേഷനാണ്. തന്റെ പിതാവും ഇറാന്റെ മുൻ പരമോന്നത നേതാവുമായിരുന്ന അയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പകരമുള്ള പ്രതികാരം തീർച്ചയായും നടപ്പാക്കുമെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തങ്ങളുടെ കിടക്കകളിൽ സമാധാനത്തോടെ കിടന്ന് മരിക്കില്ലെന്നും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മുജ്തബ ഖമേനി ഇതുവരെയായിട്ടും പരസ്യവേദികളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുമ്പോഴും മുജ്തബ ഖമേനി അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് മുജ്തബ ഖമേനി അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതിനിടയിലും പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രതികാരം ഇറാന്റെ ആവശ്യമാണെന്നും മുകളിൽ നിന്ന് താഴെ വരെയുള്ള പേരുകൾ കൃത്യമായി അറിയാവുന്ന ഈ കുറ്റവാളികൾ കല്ലറകളിലേക്ക് പോവുക, തങ്ങളുടെ കിടക്കകളിൽ സമാധാനത്തോടെ മരിക്കുക എന്ന നടക്കാത്ത ആഗ്രഹവും പേറിയാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ സാന്നിധ്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നും അവർ അറിഞ്ഞിരിക്കണമെന്നും മുജ്തബ ഖമേനി തന്റെ ടെലിഗ്രാം ചാനലിൽ കുറിച്ചു. അതേസമയം ഇറാന് മേൽ വൻതോതിൽ ബോംബാക്രമണം നടത്താൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മാധ്യമങ്ങളോട് സംസാരിക്കവേ താൻ വളരെ കാലമായി ഇറാന്റെ ലക്ഷ്യപട്ടികയിലുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ച ആക്രമണത്തിന് ട്രംപ് ഉത്തരവിട്ടതു മുതൽ അദ്ദേഹം ഇറാന്റെ പ്രധാന ലക്ഷ്യമാണ്. അടുത്തിടെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ട്രംപ് തന്റെ യാത്രാ പദ്ധതികളിൽ പെട്ടെന്ന് മാറ്റം വരുത്തിയിരുന്നു. പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്ന് വൈറ്റ് ഹൗസും പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. ഇറാനെതിരെ വിപുലമായ സൈനിക നീക്കം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ അമേരിക്ക ഡസൻ കണക്കിന് റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് അയക്കുമെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണങ്ങൾക്ക് നേരിട്ട് ഉത്തരവിട്ടേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ
ആക്രമണത്തിൽ 2 US സൈനികരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 1 സൈനികരെ കാണാതാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയായി ജോർദാനിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെ യുദ്ധസമാനമായ നടപടികൾക്ക് മറക്കാനാവാത്ത പാഠം നൽകുമെന്നും ഇറാൻ പരമോന്നത നേതൃത്വം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ജോർദാനിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണ് 2 US സൈനികർ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 4 സൈനികരെ ജോർദാനിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വിട്ടയച്ചതായി US സൈന്യം വ്യക്തമാക്കി. ചെറിയ പരിക്കുകളേറ്റ മറ്റു ഉദ്യോഗസ്ഥർ ജോലിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂവെന്നും സെൻട്രൽ കമാൻഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 16 US സൈനികർ കൊല്ലപ്പെടുകയും 430-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്കും കരാർ ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് യാതൊരു വിലയുമില്ലെന്ന് തെളിഞ്ഞതായി ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ ഔദ്യോഗിക പ്രസ്താവനയിലും പറയുന്നു. സംഘർഷം വഷളാക്കി യുദ്ധം കൊഴുപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാനും പ്രതിരോധ സഖ്യങ്ങളും ചേർന്ന് മറക്കാനാവാത്ത പാഠം നൽകുമെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനു പുറമെ അമേരിക്കയുമായി ഉണ്ടാക്കിയ ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നത് നിർത്തിവെച്ചതായും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി അറിയിച്ചു. അമേരിക്ക കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനാലാണ് തങ്ങളുടെ പ്രതിബദ്ധതകൾ നിർത്തിവെക്കുന്നതെന്നും രാജ്യം പ്രതിരോധത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക തുടർച്ചയായ 7ാം രാത്രിയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, നാവിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ ആക്രമണം. ഇതിന് മറുപടിയായാണ് ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കിയത്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ F-16, F-35 യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും അയച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലും സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്.